നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് 12th മാത്സിന്റെ 3rd ചാപ്റ്ററായ മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് പോയിന്റ് ആണ്, അതായത് ഇൻവെർട്ടിബിൾ മെട്രിസസ്. അപ്പൊ എന്താണ് ഇൻവെർട്ടിബിൾ മെട്രിസസ് എന്ന് പറയുന്നത്? ഇൻവെർട്ടിബിൾ മെട്രിക്സ് വെച്ചാൽ അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം ഓഫ് ഓർഡർ എം. If there exists another square matrix B of the same order M such that AB is equal to BA is equal to I. എന്താണ്? AB is equal to BA is equal to identity matrix. അപ്പം അങ്ങനെയാണെങ്കിൽ AB is equal to BA is equal to I. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബിനെ എയുടെ ഇൻവേഴ്സ് മെട്രിക്സ് എന്ന് പറയും. And it is denoted by A inverse. അപ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മെട്രിക്സിന് നമ്മൾ എന്തെന്ന് പറയും? എ എന്ന് പറഞ്ഞ മെട്രിക്സിന് നമ്മൾ അതൊരു ഇൻവെർട്ടിബിൾ മെട്രിക്സ് ആണെന്ന് പറയും. അപ്പം എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലൊരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്. എ എന്ന് പറഞ്ഞൊരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ വേറൊരു സ്ക്വയർ മെട്രിക്സ് ഉണ്ട്. രണ്ടും സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ എ ഇൻറ്റു ബി നമ്മൾ ചെയ്തു നോക്കി, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടി. നമ്മുടെ 1 0 0 1 എന്നുള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടി. പിന്നെ നമ്മൾ ബി എ ചെയ്ത് നോക്കി, ബി ഇൻറ്റു എ, അപ്പോഴും നമുക്ക് സെയിം ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിയെന്ന് വിചാരിക്കേ. അങ്ങനെയാണെങ്കിൽ ഈ ബി എന്ന് പറയുന്നതിനെ നമുക്ക് എയുടെ ഇൻവേഴ്സ് മെട്രിക്സ് ആണെന്ന് പറയാം. അപ്പോൾ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെട്രിക്സ് എന്ത് മെട്രിക്സ് ആയിരിക്കും? ഇൻവെർട്ടിബിൾ മെട്രിക്സ് ആയിരിക്കും. അപ്പൊ അതാണ് ഇൻവെർട്ടിബിൾ മെട്രിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, ദ റെക്ടാങ്കുലാർ മെട്രിക്സ് ഡസ് നോട്ട് പൊസസ് ഇൻവേഴ്സ് മെട്രിക്സ്. നമ്മൾ പറഞ്ഞു സ്ക്വയർ മെട്രിക്സിൽ മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. കാരണം റെക്ടാങ്കുലർ മെട്രിക്സ് ആകുമ്പോൾ നമുക്കറിയാം ഓർഡർ വ്യത്യാസമുണ്ട്. ഇപ്പോൾ 2/3 അല്ലെങ്കിൽ 3/2 അങ്ങനെയൊക്കെ വരും. അപ്പൊ നമുക്കിതിൽ എ ബി is equal to ബി എ രണ്ടും ഈക്വൽ ആയിരിക്കണം അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് അത് അവിടെ ഡിഫൈൻഡ് ആയിരിക്കണം. ഇപ്പൊ നമ്മൾ എ ബി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ബി എ എടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഓർഡർ നോക്കൂലേ, ഫസ്റ്റ് മെട്രിക്സിന്റെ കോളും സെക്കൻഡ് മെട്രിക്സിന്റെ റോയും ഈക്വൽ ആയിരിക്കണം അല്ലേ? ചിലപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അത് അവിടെ ഈക്വൽ ആവില്ല. അപ്പൊ പിന്നെ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് റെക്ടാങ്കുലർ മെട്രിക്സിൽ ഒരിക്കലും ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല, സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ. പിന്നെ ബിനെ നമ്മൾ എയുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു അല്ലേ? അതേപോലെ നേരെ തിരിച്ച് നമുക്ക് എയുടെ ബി is the inverse of A, then A is also the inverse of B. ബിയുടെ ഇൻവേഴ്സ് ആണ് എ എന്നും കൂടി നമുക്ക് പറയാൻ പറ്റും. കാരണം ബി എ is equal to എ ബി is equal to I ആണ്. അപ്പൊ നമുക്ക് നേരെ തിരിച്ചും പറയാം. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നോക്കാം എങ്ങനെയാണ് നമ്മളിത് പ്രൂവ് ചെയ്യാന്നുള്ളത്. പ്രൂവ് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം? എ ബി കണ്ടുപിടിക്കുക, ബി എ കണ്ടുപിടിക്കുക. രണ്ടും ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിയെങ്കിൽ നമുക്ക് ആ ബി എന്ന് പറയുന്നത് എയുടെ ഇൻവേഴ്സ് ആണെന്ന് പറയാം. അപ്പൊ നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ആ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എ തന്നിരിക്കുന്നത് 2 3 1 2. ഇനി ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട് 2 -3 -1 2. അപ്പൊ നമുക്കിത് ചെക്ക് ചെയ്യാം, ബി എന്ന് പറയുന്നത് എയുടെ ഇൻവേഴ്സ് ആണോ എന്ന് നമുക്ക് നോക്കാം അല്ലെ? അപ്പൊ ആദ്യം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എ ബി കാണണം. മെട്രിക്സ് എ മൾട്ടിപ്ലൈഡ് വിത്ത് മെട്രിക്സ് ബി. അപ്പൊ ആദ്യം എ എഴുതി പിന്നെ ബി എഴുതി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യണത് അറിയാലോ, ഫസ്റ്റ് റോ വിത്ത് ഇതിന്റെ ബിയുടെ ഫസ്റ്റ് കോളം. അപ്പൊ 2 2s are 4 പ്ലസ് 3 into -1 -3. അതുപോലെ ഫസ്റ്റ് റോ വിത്ത് സെക്കൻഡ് കോളം. അപ്പൊ 2 into -3 -6. അതുപോലെ 3 into 2 6 + 6. അപ്പൊ നമ്മുടെ ഇത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഫസ്റ്റ് റോയുടെ കഴിഞ്ഞു. ഇനി ഫസ്റ്റ് സെക്കൻഡ് റോ വെച്ചിട്ട് ചെയ്യാം വിത്ത് ഫസ്റ്റ് കോളം. 1 into 2 2, 2 into -1 -2, 1 into -3 -3 പ്ലസ് 2 2s are 4. ഇതൊക്കെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ 4 -3 എത്രയാണ്? 1. -6 + 6 0. 2 -2 0. -3 + 4 1. നമുക്ക് എന്ത് കിട്ടി? 1 0 0 1 കിട്ടി. 1 0 0 1 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബി എ കാണണം അല്ലേ?
അപ്പൊ ബി എ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ. അപ്പൊ ആദ്യം നമ്മൾ ബി എഴുതണം കേട്ടോ. ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതിയിട്ട് രണ്ടാമതായിട്ട് വേണം എന്ത് എഴുതാൻ, എ എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതാൻ. അത് ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മൾ ഈസി ആണല്ലോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും, ഐ എന്ന് പറഞ്ഞ ഐഡന്റിറ്റി മെട്രിക്സ്, അതായത് 1 0 0 1 എന്ന് കിട്ടും. അപ്പൊ എ ബി സീക്വൽ ടു ബി എ സീക്വൽ ടു ഐ എന്ന് കിട്ടി അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ബി ഇസ് ദ ഇൻവേഴ്സ് ഓഫ് എ. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് അതിനെ ഡിനോട്ട് ചെയ്യുക, എ ഇൻവേഴ്സ്, ബി ഇസ് ദ ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതില് 2 തിയറം വരുന്നുണ്ട്. അതായത് ഇപ്പോ ഒരു സ്ക്വയർ മെട്രിക്സിന് ഒരു ഇൻവേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കേ. അങ്ങനെയാണെങ്കിൽ ആ ഇൻവേഴ്സ് യുണീക്ക് ആയിരിക്കും എന്നാ പറയണത്. അതായത് ഒരു സ്ക്വയർ മെട്രിക്സിന് ഒരൊറ്റ ഇൻവേഴ്സ് മെട്രിക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നിൽ കൂടുതൽ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ 2 ഉണ്ടെന്ന് വിചാരിക്കുക, ബിയും സിയും എയുടെ 2 ഇൻവേഴ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, ബി ഈക്വൽ ടു സി, കാരണം 2 ഇൻവേഴ്സ് ഇല്ല അല്ലെ. അപ്പം ബി എന്ന് പറയുന്നത് എയുടെ ഇൻവേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എ ബി സീക്വൽ ടു ബി എ സീക്വൽ ടു ഐ എന്ന് എഴുതാൻ പറ്റും അല്ലെ. ഇനി സി ആണ് ഇൻവേഴ്സ് എങ്കിൽ നമുക്ക് എന്ത് എഴുതാം, എ സി സീക്വൽ ടു സി എ സീക്വൽ ടു ഐ എന്ന് എഴുതാൻ പറ്റും അല്ലെ. ഇത് നമ്മളിവിടെ എഴുതി വെച്ചു. ഇനി നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോവാണ്. നമ്മൾ ബി എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബി എന്ന് പറയുമ്പോൾ നമുക്ക് ബി ഐ എന്ന് എഴുതി കൂടെ, ഏതൊരു മെട്രിക്സിനെയും ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത് തന്നെ കിട്ടുക, വിച്ച് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ഐക്ക് പകരം എനിക്ക് എ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലെ. കാരണം എ സി ഈക്വൽ ടു എന്താണ്, ഐ ആണ്. അപ്പൊ ഐയുടെ സ്ഥാനത്ത് എ സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മുടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാണ്. ഈ ബ്രാക്കറ്റ് നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ്. ബി ഇൻറ്റു എ സി എന്ന് പറയുന്നതും ബി എ ഇൻറ്റു സി എന്ന് പറയുന്നതും ഈക്വൽ ആണ്. ഇനി ബി എ എന്ന് പറയുന്നത് ഇവിടെ എന്താ നമ്മൾ എഴുതി വെച്ചിരിക്കണേ, ഐ ആണ്. അപ്പൊ അതിന് പകരം ഐഡന്റിറ്റി മെട്രിക്സ് എഴുതി, പിന്നെ സി യു എഴുതി. ഐ ഇൻറ്റു സി എന്ന് പറയുന്നത് എന്താണ്, സി അല്ലെ. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടി, ബി സി ഈക്വൽ ടു സി. അപ്പോൾ നമ്മൾ 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തു, പക്ഷെ നമുക്ക് എന്ത് കിട്ടി, ആ 2 ഇൻവേഴ്സ് മെട്രിക്സും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരു മെട്രിക്സിന് ഒരൊറ്റ ഇൻവേഴ്സ് മെട്രിക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. ചില മെട്രിക്സിന് ഇൻവേഴ്സ് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി രണ്ടാമതൊരു തിയറം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എയും ബിയും ഇൻവെർട്ടബിൾ മെട്രിക്സസ് ആണ്, സെയിം ഓർഡർ ആണ്. ഇപ്പൊ 2/2 ആണെങ്കിൽ 2/2, അല്ലെങ്കിൽ 3/3 ആണെങ്കിൽ 3/3. അങ്ങനെയാണെങ്കിൽ എ ബി ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ആണ്. നമ്മുടെ ട്രാൻസ്പോസിൽ ഇതേപോലെ തന്നെ തിരിച്ചിട്ടാണ് വന്നത് അല്ലേ. എ ബി ഓൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. അതുപോലെ ഇൻവേഴ്സും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്തെടുക്കാം, നമുക്ക് ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് എന്ത് പറയാം, എ ഇൻറ്റു ബി അല്ലെ. എയും ബിയും, ബി എന്ന് പറയുന്നത് എന്താണ്, എയുടെ ഇൻവേഴ്സ് ആണ്. കണ്ടോ, എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ഐ ആണ്. ഈ ബി എന്ന് പറയുന്നത് ആരാണ്, എയുടെ ഇൻവേഴ്സ് ആണ്. അപ്പൊ അതിന് പകരം നമുക്ക് എ ഇൻറ്റു ബിക്ക് പകരം എ ഇൻവേഴ്സ് എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ്. അതേപോലെ നമ്മൾ എക്ക് പകരം എ ബി എന്ന് ഒരുമിച്ച് എടുത്തിരിക്കുക. അപ്പൊ എ ബി ഇൻറ്റു എ ബിയുടെ ഇൻവേഴ്സ്, ദാറ്റ് ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ്. എ ബിയും അതിന്റെ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം, ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യാം, നമ്മൾ പ്രീ മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ എ ഇൻവേഴ്സ്. നമ്മൾ സ്റ്റാർട്ടിങ്ങില് എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. ഞാൻ ഈ സ്റ്റെപ്പിൽ തന്നെ കാണിച്ചു തരാം. എ ഇൻവേഴ്സ് ഇൻറ്റു ഇത്, അതുപോലെ തന്നെ ഇവിടെ റൈറ്റ് സൈഡ് നമ്മൾ അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. എ ഇൻവേഴ്സ് ഇൻറ്റു ഐഡന്റിറ്റി മെട്രിക്സ്. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, എ ഇൻവേഴ്സ് ഇൻറ്റു എ, നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തു, ഇൻറ്റു ബി. അതുപോലെ ഇവിടെ എ ബി ഓൾ ഇൻവേഴ്സ്, അത് അതേപോലെ തന്നെ എഴുതി. എ ഇൻവേഴ്സ് ഇൻറ്റു ഐ എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് തന്നെയാണ് അല്ലെ. ഏതൊരു മെട്രിക്സിന് നമ്മൾ ഐ കൊണ്ട് ഐഡന്റിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് തന്നെയാണ് കിട്ടുക. ഇനി എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്തായിരിക്കും, ഒരു മെട്രിക്സും അതിന്റെ ഇൻവേഴ്സും മൾട്ടിപ്ലൈ ചെയ്താൽ ഐഡന്റിറ്റി മെട്രിക്സ് അല്ലെ. അപ്പൊ അതിന് പകരം നമുക്ക് ഐ എന്ന് എഴുതാം. ഐ ഇൻറ്റു ബി ഇൻറ്റു എ ബി ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. ബാക്കിയെല്ലാം നമ്മൾ അതേപോലെ എഴുതി. ഇനി ഐ ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്താണ്, ബി തന്നെയാണ് അല്ലെ. അപ്പൊ ബി ഇൻറ്റു എ ബി ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ബി ഇൻവേഴ്സോട് നമ്മൾ 2 സൈഡിലും പ്രീ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ് സ്റ്റാർട്ടിങ്ങിൽ. അപ്പൊ ഇവിടെയും ബി ഇൻവേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അപ്പൊ ഈ ബി ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ത് വരും, അഗെയിൻ ഐഡന്റിറ്റി മെട്രിക്സ് വരും. ഐ ഇൻറ്റു എ ബി ഓൾ ഇൻവേഴ്സ്, ദാറ്റ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇനി ഐ ഇൻറ്റു എ ബി ഓൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ബി ഓൾ ഇൻവേഴ്സ് മാത്രമാണ് അല്ലെ. അപ്പൊ എ ബി ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു
ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് കിട്ടി. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു തിയറും നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തു. അപ്പൊ അങ്ങനെ 2 തിയറാണ് ഇതിലുള്ളത്. ഒന്ന്, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യുണീക്ക് ആയിരിക്കും. പിന്നെ എ ബി ഓൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്നാണ്. അപ്പം ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കും ഇപ്പം നമ്മൾ രണ്ടാമതും ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇതിലത്തെ ഓരോ എക്സസൈസും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പ്ലേലിസ്റ്റിൽ അവിടെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞ് മെട്രിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ എക്സസൈസും ഡീറ്റെയിൽഡ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക്